Hello students, welcome back to Indian Writings in English. Here we have the short story Interpreter of Melodies written by Jumba Lahiri. Interpreter of Melodies tells about the day in the lives of Mr. and Mrs. Das, who is an American Indian couple who visit India with their children Ronnie, Bobby and Tina. They have a middle-aged tourist guide Mr. Kapasi as their driver. The story presented in the third person narrative. Mr. and Mrs. Das and three children are going to a tour to Sun Temple at Konark. Kapasi, a middle-aged man, is their driver. Story mostly presents the point of view of Kapasi. Kapasi observes the couple. He knows English and talks to them to know their background. Mr. and Mrs. Das were American immigrated Indians. Kapasi senses a distance in the relationship of husband and wife. ഇവിടെ കപ്പാസി പിന്നീട് അവരെ ഒരു കൊണാർക്ക് ടെമ്പിൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ കൾച്ചറും ഈ ഒരു കപ്പാസിയുടെ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാണ്. ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അവരുടെ കുട്ടികളോട് പെരുമാറുന്ന രീതി എല്ലാം നമ്മുടെ കപ്പാസി ഒബ്സർവ് ചെയ്യാണ്. കപ്പാസി അവരെ കൊണാർക്ക് ടെമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട്, അയാളൊരു ടാക്സി ഡ്രൈവറാണ്, അയാൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുപോവുകയാണ്. Mr. and Mrs. Das and their three children were on a trip to Sun Temple at Konark. They were on a visit to India from America. They were descendants of Indians who immigrated to America. They had hired a tourist guide, Mr. Kapasi, to take them to the temple. On the way, Mr. Kapasi tells them that he is working as a tour guide only for 2 days. അങ്ങനെ ഇവർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ കപ്പാസി അദ്ദേഹം ഡോക്ടറുടെ ഒരു ഇൻ്റർപ്രറ്ററാണ് എന്നുള്ള കഥ മിസ്സിസ് ദാസുമായിട്ട് ഭയങ്കര കമ്പനിയായി അവരുടെ യാത്രയിൽ ആ ഒരു കാര്യം അറിയിക്കുകയാണ്. ഇത് കേട്ടപാടെ നമ്മുടെ മിസ്സിസ് ദാസിന് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് ഇയാളിലുണ്ടാവുകയാണ്. അങ്ങനെ ഇയാളുമായിട്ട് ഇവർ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജോബിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ് മിസ്സിസ് ദാസ്. അങ്ങനെ അവൾ പറയാണ്, എന്താണ് നിങ്ങളുടെ ഈ പണി അല്ലേ, ഈ ഒരു ജോലി, നിങ്ങളുടെ ഇൻ്റർപ്രറ്ററായിട്ടുള്ള ഈ ജോലി ഭയങ്കര റൊമാൻറ്റിക്കാണ് എന്നൊക്കെ ഇത് തമ്മിൽ ഇങ്ങനെ അവരുടെ ആ ഒരു ഭയങ്കര പ്രൈവറ്റായിട്ട് ഭയങ്കര പ്രൈവസിയോട് കൂടി ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അവരുടെ യാത്ര അവിടെ അവർ നിർത്തി ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹി ബിഗാൻ ടു ചെക്ക് ഹിസ് റിഫ്ലക്ഷൻ ഇൻ ദ റിവർ വ്യൂ മിറർ ആസ് ഹി ഡ്രോവ്. അങ്ങനെ ഇയാൾ ഡ്രൈവ് ചെയ്യാണ്, ബാക്കിൽ ഇവൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അയാൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവളുടെ ഒരു പിക്ചർ റിവർ വ്യൂ മിററിൽ ആ ബാക്കിലേക്ക് കണ്ണാടിയിൽ ഇവളിങ്ങനെ ശരിക്ക് കാണുകയാണ്. ആ കാണുന്ന സമയത്ത് ഇയാളുടെ ഡ്രസ്സ് അല്ലേ, കപ്പാസിറ്റി ഡ്രസ്സിൽ ഇവളെന്താണ് ഭയങ്കര അയാൾ തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവാണ്. ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഹി ഹാഡ് ചൂസൺ ദ ഗ്രേ സ്യൂട്ട് ദാറ്റ് മോർണിംഗ് ആൻഡ് നോട്ട് ദ ബ്രൗൺ വൺ. അദ്ദേഹം ബ്രൗൺ വൺ അല്ല, ഈ ഗ്രേ സ്യൂട്ട് ഇട്ടത് വളരെ നന്നായി. അയാളെ തന്നെ അയാൾക്ക് മിററിൽ നോക്കിയാൽ കാണുമ്പോൾ അയാൾ അഭിമാനിക്കുകയാണ്. കാരണം നല്ലൊരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. വിച്ച് ടെൻഡഡ് ടു സാഗ് എ ലിറ്റിൽ ഇൻ ദ നീസ് ഫ്രം അത് മുട്ടിൻ്റെ അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫ്രം ടൈം ടു ടൈം ഹി ഗ്ലാൻസ്ഡ് ത്രൂ ദ മിറർ അറ്റ് മിസ്സിസ് ദാസ്. അങ്ങനെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്തൊക്കെ മിസ്സിസ് ദാസിനെ ഇങ്ങനെ കണ്ണാടിയിലൂടെ കാണുന്നുണ്ട്. ഇൻ അഡീഷണൽ ടു ഗ്ലാൻസിങ് അറ്റ് ഹെർ ഫേസ് ഹെർ ഗ്ലാൻസ്ഡ് അറ്റ് ദ സ്ട്രോബെറി ബിറ്റ്വീൻ ഹെർ ബ്രസ്റ്റ്. അവളിട്ട ഡ്രസ്സിൽ ഒരു സ്ട്രോബെറിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിട്ട് ചെറിയ ഒരു ഷർട്ട് പോലുള്ള ഡ്രസ്സാണ് അവൾ ഇട്ടത്. അത് അവളുടെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ട്. ആൻഡ് ദ ഗോൾഡൻ ബ്രൗൺ ഹോളോ ഇൻ ഹർ ത്രോട്ട്. ത്രോട്ട് ഭാഗത്തൊരു ഹോളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു മോഡൽ ഷർട്ടാണ്, ഡ്രസ്സാണ് അവൾ ഇട്ടത്. അതിലൂടെ അതും അയാൾ കാണുന്നുണ്ട്.
ഹി ഡിസൈഡഡ് ടു ടെൽ മിസ്സിസ് ദാസ് എബൌട്ട് അനദർ പേഷ്യൻറ്റ്. അങ്ങനെ അവരിങ്ങനെ മിസ്സിസ് ദാസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പാസിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള രോഗികളാണ് അവിടെ വരാറുള്ളത് എന്നൊക്കെ. അങ്ങനെ അയാൾ തീരുമാനിച്ചു മിസ്സിസ് ദാസിനോട് വേറൊരു പേഷ്യൻറ്റിനെ കുറിച്ച് പറയാൻ. ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അനദർ ദ യങ് വുമൺ ഹു ഹാഡ് കംപ്ലൈൻഡ് ഓഫ് സെൻസേഷൻ ഓഫ് റെയിൻ ഡ്രോപ്സ് ഇൻ ഹർ സ്പൈൻ. ദ ജെന്റിൽമാൻ ഹൂസ് ബർത്ത് മാർക്ക് ഹാഡ് ബിഗൺ ടു സ്പ്രൗട്ട് ഹെയർസ്. മിസ്സിസ് ദാസ് ലിസൺഡ് അറ്റൻറ്റീവ്ലി. അങ്ങനെ ഒരു പെണ്ണ് നട്ടലിനെന്തോ ചെറിയ പ്രശ്നങ്ങളുള്ളതാണ്, നട്ടലിൽ നിന്നെന്തോ ഒഴിഞ്ഞു പോവേ എന്തോ സ്പൈനിൽ നിന്നും റെയിൻ ഡ്രോപ്സ് വരുന്ന ഒരു പ്രശ്നമുള്ളതാണ് ഒരു പെണ്ണ്. പിന്നെ രണ്ടാമത്തെ ആൾ ഒരു ജെന്റിൽമാനാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത് മാർക്കിൽ കാക്കാപ്പുള്ളി പോലുള്ള മറുകിൽ എന്ത് വരികയാണ് ഹെയർ സ്പ്രൗട്ട് ചെയ്ത് വരിക എന്നുള്ളതാണ് അയാളുടെ പ്രശ്നം. മിസ്സിസ് ദാസ് ലിസൺഡ് അറ്റൻറ്റീവ്ലി, സ്ട്രോക്കിംഗ് ഹെർ hair with a small plastic brush that resembled an oval bed of nails. മിസ്സിസ് ദാസ് ഇതൊക്കെ ഇങ്ങനെ കേട്ട് അവളുടെ തല ചെറിയ പ്ലാസ്റ്റിക് ബ്രഷ് കൊണ്ട് ഇങ്ങനെ സ്ട്രോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവൾ ഇതെല്ലാം കേട്ടിട്ട് അധികം വീണ്ടും ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫോർ യെറ്റ് അനദർ എക്സാമ്പിൾ, ദ ചിൽഡ്രൻ വർ ക്വൈറ്റ് ഇൻറ്റൻറ്റ് ഓൺ സ്പോട്ടിങ് മോർ മങ്കീസ് ഇൻ ദ ട്രീസ്. ഇപ്പോൾ മക്കൾക്ക് എന്താണ് പണി, അവരിങ്ങനെ നമ്മൾ യാത്ര പോണ സമയത്ത് കുരങ്ങന്മാർ എത്ര എണ്ണം കണ്ടു എന്നൊക്കെ അങ്ങനത്തെ സംസാരങ്ങളാണല്ലോ മക്കളധികം സംസാരിക്കുക. അങ്ങനെ എത്ര മങ്കീസാണ് ട്രീയിൽ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മിസ്റ്റർ ദാസ് വാസ് അബ്സോർബ്ഡ് ബൈ ഹിസ് ടൂർ ബുക്ക്. മിസ്റ്റർ ദാസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൂർ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് പോവാണ്. സോ ഇറ്റ് സീംഡ് ലൈക്ക് എ പ്രൈവറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ കപ്പാസി ആൻഡ് മിസ്സിസ് ദാസ്. അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള പണികളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പം മിസ്റ്റർ ദാസും മിസ്സിസ് ദാസും എന്താണ് അവർക്കൊരു അവരിങ്ങനെ പ്രൈവസി ആയിട്ട് സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യാണ്. ഇൻ ദിസ് മാനർ ദ നെക്സ്റ്റ് ഹാഫ് അവർ പാസ്ഡ് ആൻഡ് വെൻ ദേ സ്റ്റോപ്ഡ് ഫോർ ലഞ്ച് അറ്റ് ദ റോഡ് സൈഡ് റെസ്റ്റോറൻറ്റ് ദാറ്റ് സോൾഡ് ഫ്രിറ്റേഴ്സ് ആൻഡ് ഓംലെറ്റ് സാൻഡ്വിച്ചസ്. അങ്ങനെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഫ്രിറ്റേഴ്സ് വറുത്ത സാധനങ്ങളും ഓംലെറ്റ് സാൻഡ്വിച്ചസൊക്കെ കഴിച്ചു. യൂഷ്വലി സംതിങ് മിസ്റ്റർ കപ്പാസി ലുക്ക്ഡ് ഫോർവേഡ് to on his tour so that he could sit in peace and enjoy some hot tea. മിസ്റ്റർ കപ്പാസിക്ക് എപ്പോഴും ഒരു പരിപാടി ഉണ്ട്. യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹോട്ടി ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണതിന് ഉറക്കം വരാതിരിക്കാനോ അല്ലെങ്കിൽ അതൊരു ഹോബിയാണ്, അങ്ങനെ ചായ കുടിക്കാറുണ്ട്. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്. ഇപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. ആസ് ദാസ് ഫാമിലി സെറ്റിൽഡ് ടുഗെദർ അണ്ടർ എ മജന്ത അംബർല ഫ്രിഞ്ച്ഡ് വിത്ത് വൈറ്റ് ആൻഡ് ഓറഞ്ച് ടാസൽസ്. എന്താണ് ഇവർ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് മിസ്റ്റർ ദാസും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഈ ടെൻറ്റ് പോലെ ഉണ്ടാവില്ലേ അതിൽ മജന്ത അംബർലൻ്റെ അണ്ടറിൽ അവരെല്ലാവരും കൂടെ ഫാമിലി ആയിട്ടിരുന്നു. അപ്പോൾ മിസ്റ്റർ കപ്പാസി ഒറ്റക്കായാലും ഇങ്ങനെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. ആൻഡ് പ്ലേസ്ഡ് ദെയർ ഓർഡേഴ്സ് വിത്ത് വൺ ഓഫ് ദ വെയിറ്റേഴ്സ് ഹൂ മാർച്ച്ഡ് അബൌട്ട് ദ ട്രൈക്കോണേഡ് ക്യാപ്സ്. അത് ആ ഒരു വെയിറ്റർ ക്യാപ്പാണ്, നമ്മൾ കണ്ടില്ലേ ചില ഒരു പ്രത്യേക തരം തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള വെയിറ്റേഴ്സാണ്. അവരിങ്ങനെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ കപ്പാസി റിലക്റ്റൻ്റ്ലി ഹെഡഡ് ടുവാർഡ്സ് എ നൈബറിംഗ് ടേബിൾ. അദ്ദേഹം എല്ലാ മനസ്സോടെ അടുത്തുള്ളൊരു ടേബിളിൽ ഇവരൊക്കെ ഒരു കുടക്കീഴിലും മിസ്റ്റർ കപ്പാസി ഒറ്റക്കുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ കപ്പാസി വെയിറ്റ് ദസ് റൂം ഹിയർ മിസ്സിസ് ദാസ് കോൾഡ് ഔട്ട്. അപ്പം മിസ്സിസ് ദാസിന് ഭയങ്കര വിഷമം മിസ്റ്റർ കപ്പാസി അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നതിനോട്. അപ്പം അവൾ വിളിച്ച് പറയാണ്, മിസ്റ്റർ കപ്പാസി വെയിറ്റ് ദസ് ദ റൂം ഹിയർ, ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം ഉണ്ടാവട്ടോ, വെയിറ്റ് ചെയ്യേ. മിസ്സിസ് ദാസ് അങ്ങനെ വിളിച്ചു പറഞ്ഞു. ഷീ ഗാദേർഡ് ടീന ഓൺ ഹർ ലാപ്പ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ടീന എന്ന് പറഞ്ഞ അവരുടെ കുട്ടിയെ മടിയിലേക്ക് ഇരുത്തി. ഇൻസിസ്റ്റിംഗ് ദാറ്റ് ഹി അക്കമ്പനി ദം ആൻഡ് സോ ടുഗെദർ ദേ ഹാഡ് ബോട്ടിൽഡ് മാംഗോ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ചസ് ആൻഡ് പ്ലേറ്റ്സ് ഓഫ് ഓണിയൻസ് ആൻഡ് പൊട്ടാറ്റോസ് ഡീപ് ഫ്രൈഡ് ഇൻ ഗ്രാം ഫ്ലോർ ബാറ്റർ. അങ്ങനെ മടിയിലിരുത്തിയപ്പം കപ്പാസിക്കും കൂടി അവിടെ സ്പേസ് ഉണ്ടായി. അങ്ങനെ അവരെല്ലാവരും കൂടെ മാംഗോ ജ്യൂസും സാധനങ്ങളൊക്കെ കഴിക്കുകയാണ്. ഓണിയനും പൊട്ടാറ്റോൻ്റെ ഒക്കെ ഓരോ പ്ലേറ്റ് എന്തോ പ്രത്യേകമായിട്ട് പാകം ചെയ്ത സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ഫിനിഷിംഗ് 2 ഓംലെറ്റ് സാൻഡ്വിച്ചസ് മിസ്റ്റർ ദാസ് ടുക്ക് മോർ പിക്ചേഴ്സ് ഓൺ ദ ഗ്രൂപ്പ് ആസ് ദ എയ്റ്റ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോസ് അങ്ങനെ മിസ്റ്റർ ദാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹൗ മച്ച് ലോങ്ങർ ഹി ആസ്ക്ഡ് മിസ്റ്റർ കപ്പാസി as she paused to load a new roll of peeling in the camera. അങ്ങനെ
അവരിങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മിസ്സിസ് ദാസ് ഫോട്ടോ എടുക്കുകയാണ്, ഇവരുടെ ഫോട്ടോ. അപ്പോൾ ഇയാൾ തന്നെ പറയാണ്, എത്ര ദൂരെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, മിസ്റ്റർ കപ്പാസി ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് ഇരിക്കൂ എന്ന് പറയാണ്. അങ്ങനെ ഹാഫ് ആൻ അവർ മോർ, കുറച്ചും കൂടെ സമയം കഴിഞ്ഞപ്പം ബൈ നൗ ദ ചിൽഡ്രൻ ഹാഡ് ഗോട്ടൺ അപ്പ് ഫ്രം ദ ടേബിൾ ടു ലുക്ക് അറ്റ് മോർ മങ്കീസ് പെർച്ച്ഡ് ഇൻ എ നിയർ ബൈ ട്രീ. മക്കൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു, മങ്കീസിനെ നോക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ അവിടേക്ക് നടന്നു പോയി. സോ ദർ വാസ് എ കൺസിഡറബിൾ സ്പേസ് ബിറ്റ്വീൻ മിസ്സസ് ദാസ് ആൻഡ് മിസ്റ്റർ കപ്പാസി. പിന്നെ ഫോട്ടോ എടുക്കുകയാണ്. മിസ്റ്റർ ദാസ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്സിസ് ദാസിൻ്റെയും മിസ്റ്റർ കപ്പാസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു. കാരണം മക്കളൊക്കെ എണീറ്റ് പോയി അല്ലേ മങ്കീനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിസ്റ്റർ ദാസ് പ്ലേസ്ഡ് ദ ക്യാമറ ടു ഹിസ് ഫേസ് ആൻഡ് സ്ക്യൂസ്ഡ് വൺ ഐ ഷട്ട്, ഹിസ് ടങ് എക്സ്പോസ്ഡ് അറ്റ് വൺ കോർണർ ഓഫ് ഹിസ് മൗത്ത്. അങ്ങനെ അദ്ദേഹം ഭയങ്കര കണ്ണിങ് ആയിട്ട് ചെരിഞ്ഞിരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. നാവൊക്കെ പുറത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കുന്ന സമയത്ത് ചിലരിങ്ങനെ നാവ് പുറത്തേക്ക് കടിച്ചിട്ടൊക്കെ അങ്ങനെ കോർണറിലേക്ക് ഇങ്ങനെ നാവ് വെച്ചിട്ടാണ് അദ്ദേഹം ഫോട്ടോ എടുക്കുന്നത്. ദിസ് ലുക്സ് ഫണ്ണി മീന എന്നാണ് നമ്മുടെ മിസ്സിസ് ദാസിനെ മിസ്റ്റർ ദാസ് വിളിക്കുക. അപ്പോൾ പറഞ്ഞു, ഇതെന്താ നിങ്ങളിങ്ങനെ ദൂരെ ഇരിക്കല്ലേ, യു നീഡ് ടു ലീൻ ഇൻ ക്ലോസർ ടു മിസ്റ്റർ കപ്പ, നീ ഒന്ന് ചെരിഞ്ഞിരിക്കുക, നമ്മുടെ കപ്പാസിൻ്റെ അടുത്തേക്ക് ഒന്ന് ലീൻ ചെയ്തിരിക്കൂ എന്ന് പറയാണ്. അങ്ങനെ ഇയാൾ തന്നെ സ്വന്തം ഭർത്താവ് തന്നെ മിസ്റ്റർ കപ്പാസിയെയും മീനയെയും അല്ലെങ്കിൽ മിസ്സിസ് ദാസിനെയും കൂട്ടിയിട്ട് ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ്. ഷീ ഡിഡ്, ഹി കുഡ് സ്മെൽ എ സെൻറ്റ് ഓൺ ഹർ സ്കിൻ ലൈക്ക് എ മിക്സ്ചർ ഓഫ് വിസ്കി ആൻഡ് റോസ് വാട്ടർ. ഹി വറീഡ് സഡൻലി ദാറ്റ് ഷീ കുഡ് സ്മെൽ ഹിസ് പെർസ്പിറേഷൻ. അങ്ങനെ അവൾ പറഞ്ഞു, ഹി കുഡ് സ്മെൽ എ സെൻറ്റ് ഓൺ ഹർ സ്കിൻ ലൈക്ക് എ മിക്സ്ചർ ഓഫ് വിസ്കി ആൻഡ് റോസ് വാട്ടർ. അയാൾ പറയാണ് മേ ബി എന്താണ് സ്കിന്നിൽ വിയർപ്പ് നാറോ എന്നുള്ളൊരു പേടി. ഹി വെറീഡ് സഡൻലി ദാറ്റ് ഷീ കുഡ് അങ്ങനെ ഇയാളുടെ വിയർപ്പ് മണക്കോ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യോ എന്നുള്ളൊരു പേടി എന്ത് ചെയ്യാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വിയർപ്പിൻ്റെ സ്മെല്ലുണ്ടാവും. വിച്ച് ഹി ന്യൂ ഹാഡ് കളക്റ്റഡ് ബെനീത്ത് എ സിന്തറ്റിക് മെറ്റീരിയൽ ഓഫ് ഹിസ് ഷർട്ട്. He polished off his mango juice in one gulp and smoothed his silver hair with his hands. A bit of the juice dropped onto his chin. He wondered if Mrs. Das had noticed. അങ്ങനെ എന്താണ് അയാൾ തലയൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ മെറ്റീരിയൽ എന്താണെന്നൊന്നും. അങ്ങനെ മാംഗോ ജ്യൂസ് ഒരു ഗൾപ്പ് കുടിച്ചിട്ട് അദ്ദേഹം തലയൊക്കെ എന്ത് ചെയ്തു, സിൽവർ ഹെയറൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടൊന്ന് സ്മൂത്തൻ ചെയ്തു. കാരണം ഇയാൾ ഫോട്ടോ എടുക്കാൻ അടുത്തേക്ക് ഇരിക്കാൻ പറയാണ് അല്ലേ. കുറച്ച് ജ്യൂസ് അങ്ങനെ താടിയിലേക്ക് ചിന്തിപ്പോയി, ചിന്നിലേക്ക് ആയി. അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പേടി, മിസ്സിസ് ദാസ് ഇത് കാണുമോ, ജ്യൂസൊക്കെ ചിന്തി കുടിക്കണത് കാണുമോ എന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നു. ഷീ ഹാഡ് നോട്ട് വാട്ട്സ് യുവർ അഡ്രസ് മിസ്റ്റർ കപ്പാസി. അങ്ങനെ പെട്ടെന്ന് അവൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്? ഷീ ഇൻക്വയേർഡ് ഫിഷിംഗ് ഫോർ സംതിങ് ഇൻസൈഡ് ഹർ സ്ട്രോ ബാഗ്. ആ സമയത്ത് അഡ്രസ്സ് ചോദിക്കുമ്പോൾ തന്നെ അവൾ എന്തോ അവളുടെ ബാഗിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് എന്നാണ്. അവൾ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബാഗിൽ. അപ്പം യു വുഡ് ലൈക്ക് മൈ അഡ്രസ്സ്, നിനക്ക് എൻ്റെ അഡ്രസ്സ് വേണോ എന്നാണ് ചോദിക്കണത് അല്ലേ. എൻ്റെ അഡ്രസ്സ് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് സോ വി ക്യാൻ സെൻഡ് യു കോപ്പീസ് ഷീ സെഡ് ഓഫ് ദ പിക്ചേഴ്സ്. ഷീ ഹാൻഡഡ് ഹിം എ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് ഷീ ഹാഡ് ഹാസ്റ്റിലി റൈപ്ഡ് ഫ്രം ദ പേജ് ഇൻ ഹർ ഫിലിം മാഗസിൻ. അങ്ങനെ എന്താണ് എനിക്ക് ഫോട്ടോത്തിൻ്റെ കോപ്പി അയക്കാലോ ഇത് കിട്ടിയാൽ എന്ന് പറയാണ്. അവൾ പറഞ്ഞു പിക്ചേഴ്സിൻ്റെ. ഷീ ഹാൻഡഡ് ഹിം എ സ്ക്രാപ്പ്, അങ്ങനെ ഒരു തുണ്ടം പേപ്പർ ഇയാൾക്ക് കൊടുക്കുകയാണ്. വിച്ച് ഷീ ഹാഡ് ഹാസ്റ്റിലി റിപ്ഡ് ഫ്രം ദ പേജ് ഫിലിം മാഗസിൻ കയറിയിട്ട്. ദ ബാങ്ക് പോർഷൻ വാസ് ലിമിറ്റ്, അതിൽ ഒഴിഞ്ഞ സ്ഥലം കുറവായിരുന്നു. ഫോർ ദ നാരോ സ്ട്രൈപ്പ് വാസ് ക്രൗഡഡ് ബൈ ലൈൻസ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ടിനി പിക്ചേഴ്സ് ഓഫ് ദ ഹീറോ ആൻഡ് ഹീറോയിൻ എംബ്രേസിങ് അണ്ടർ എ യൂക്കാലിപ്റ്റസ് ട്രീ. അയാൾ അഡ്രസ്സ് എഴുതി കൊടുത്ത അവൾ അഡ്രസ്സ് എഴുതി കൊടുത്ത ആ പേപ്പറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതിൽ നിറച്ച് എന്തൊക്കെയോ എഴുതിയതായിരുന്നു, ഒരു സ്ഥലം പോലും ഒഴിവില്ലായിരുന്നു. ബാങ്ക് പോർഷൻ ലിമിറ്റഡ് ആയിരുന്നു. നാരോ സ്ട്രൈപ്പ് അല്ലേ, ചെറിയ ചെറിയ വരകളിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലൊരു പിക്ചറുണ്ട്. ആരുടെ പിക്ചറാണ്? ഒരു ഹീറോയിനും എംബ്രേസ് ചെയ്യുന്ന പിക്ചറാണ്. ഒരു യൂക്കാലിപ്റ്റസ് ട്രീൻ്റെ അണ്ടറിൽ നിന്നിട്ട് എംബ്രേസ് ചെയ്യുന്ന പിക്ചറാണ്.
The paper curled as Mr. Kapasi wrote his address in clear. അങ്ങനെ മിസ്റ്റർ കപ്പാസി നന്നായിട്ട് ക്ലിയർ ആയിട്ട് അഡ്രസ്സ് എഴുതി, കെയർഫുൾ ലെറ്റേഴ്സിൽ എഴുതി. ഷീ വുഡ് റൈറ്റ് ടു ഹിം. ഇവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ആസ്കിങ് ഹർ അബൌട്ട് ഹിസ് ഡേയ്സ് ഇൻ്റർപ്രറ്റിംഗ് അറ്റ് ഡോക്ടേഴ്സ് ഓഫീസ്. പിന്നെ എന്തൊക്കെ എഴുതാ, ഡോക്ടറിൻ്റെ ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഹീ വുഡ് റെസ്പോണ്ട് ഇലോക്വൻ്റ്ലി, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട്. ചൂസിങ് ഓൺലി ദ മോസ്റ്റ് എൻ്റർടൈനിങ് അനക്ഡോട്ട്, one that would make her laugh out loud as she read them in her house in a New Jersey ഹൗസിൽ വെച്ചുണ്ടായിട്ടുള്ള അനുഭവം ഓർത്തിട്ട് ചിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ, ഇങ്ങനെ ഒരു അഡ്രസ്സ് കൊടുക്കുന്നത്. ഇൻ ടൈം ഷീ വുഡ് റിവീൽ ദ ഡിസപ്പോയിൻമെൻറ്റ് ഓഫ് ഹർ മാരേജ് ആൻഡ് ഹിസ്. ഇൻ ദിസ് വേ ദെയർ ഫ്രണ്ട്ഷിപ്പ് വുഡ് ഗ്രോ. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരും. കാരണം എന്താണ്, അവരുടെ കുറേ എഴുതി പിന്നെ അവരുടെ അൺഹാപ്പി മാരേജ് ലൈഫിനെ കുറിച്ചും എഴുതാൻ വേണ്ടിയിട്ട്. ഹി ഡിസൈഡഡ് സേഫ്ലി ടക്ക്ഡ് ബിറ്റ്വീൻ ദ പേജസ് ഓഫ് ഹിസ് റഷ്യൻ ഗ്രാമർ ഹാസ് ഹിസ് മൈൻഡ് റേസ്ഡ്. മിസ്റ്റർ കപ്പാസി എക്സ്പീരിയൻസ്ഡ് എ മൈൽഡ് ആൻഡ് പ്ലസൻറ്റ് ഷോക്ക്. ഇറ്റ് വാസ് സിമിലർ ടു എ ഫീലിംഗ് he used to experience long ago when after months of translating with the aid of dictionary he would finally read a passage from French novel or Italian sonnet and understand the words one after another, unencumbered by his own efforts. In those moments Mr. Kapasi used to believe that all was right with the world, that all struggles were rewarded, that all the life's mistake made sense in the end. The promise that he would hear from Mrs. Das now filled him with the same belief. അങ്ങനെ അവരവരുടെ പല എക്സ്പീരിയൻസും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് പോരുന്ന സമയത്ത് എന്താണ്, അവരുടെ ഒരു ഫ്രഞ്ച് നോവലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇറ്റാലിയൻ സോണറ്റിനെ കുറിച്ചിട്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ എന്താണ്, ഇൻ ദോസ് മൂമെൻറ്റ്സ് മിസ്റ്റർ കപ്പാസി യൂസ് ടു ബിലീവ് ദാറ്റ് ഓൾ വാസ് റൈറ്റ് വിത്ത് ദ വേൾഡ്. എല്ലാം എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമാണെന്ന് തോന്നുകയാണ്. എല്ലാ സ്ട്രഗിൾസിനും ഒരു റിവാർഡ് കിട്ടും അല്ലേ, എത്ര കഷ്ടപ്പെട്ടാലും അതിലൊരു നന്മ ഉണ്ടാവും. ഓൾ ഓഫ് ലൈഫ് മിസ്റ്റേക്ക് മെയ്ഡ് സെൻസ് ഇൻ ദ എൻഡ്. എല്ലാ മിസ്റ്റേക്കും ഒരു സെൻസിലെത്തും അവസാനം. ഈ ഒരു പ്രോമിസ് അവർ എന്താണ്, ഹി വുഡ് ഹിയർ ഫ്രം മിസ്സിസ് ദാസ് നൗ ഫിൽഡ് ഹിം വിത്ത് സെയിം ബിലീഫ്. ഈ ഒരു സെയിം ബിലീഫ് മിസ്സിസ് ദാസിൻ്റെ അടുത്ത് നിന്ന് ഈ സംഗതികളൊക്കെ കേട്ടതിന് ശേഷം ഇയാൾക്കും ഒരു ബിലീഫ് വരികയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതും അണ്ടർലൈൻ ചെയ്തേക്കിട്ടോ. ഇതിൽ കുറച്ച് പാഠങ്ങളാണ്. എന്താണ്, ഓൾ സ്ട്രഗിൾസ് വർ ഡിവൈഡഡ്, ഓൾ ഓഫ് ലൈഫ് മിസ്റ്റേക്ക് മെയ്ഡ് സെൻസ് ഇൻ ദ എൻഡ്. ഓക്കെ.